ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നൊരു മൂവി ഡേറ്റ് ആണ് കേട്ടോ. അങ്ങനെ സെക്കൻഡ് ഷോയ്ക്കാണ് നമ്മൾ പോണത്. വല്ലപ്പോഴേക്കും ഇങ്ങനെ സെക്കൻഡ് ഷോയ്ക്ക് കയറാറുള്ളൂ കേട്ടോ. അപ്പോൾ അനിയനാണ് കൊണ്ടുപോകണം. അവൻ്റെ ചിലവാണ്, എല്ലാ ട്രീറ്റും അവൻ്റെ വകയാണ്. അങ്ങനെ ഇടയ്ക്കൊക്കെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അവൻ്റെ സന്തോഷമല്ലേ നടക്കട്ടെ എന്ന് നമ്മളും. അപ്പോൾ നമ്മളെല്ലാം കൂടി നേരെ റെസ്റ്റോറൻറ്റിൽ കയറി. ആദ്യം ഫുഡാണല്ലോ മുഖ്യം. അപ്പോൾ അത് കഴിച്ചിട്ടാകുമ്പോൾ നമുക്ക് സമാധാനമായിട്ടിരുന്ന് കഴിക്കുക. ഇല്ലെങ്കിൽ വിശക്കണേ വിശക്കണേ ഉമ്മച്ചി ഉമ്മച്ചി എന്ന് പറഞ്ഞ് ഇവർ വിളി തുടങ്ങും. അപ്പോൾ ഇതുപോലെ വല്ലപ്പോഴൊക്കെ പുറത്ത് പോകുമ്പോൾ അത്യാവശ്യം ഇഷ്ടമുള്ള ഫുഡെല്ലാം വാങ്ങിച്ച് കഴിക്കും കേട്ടാ. അങ്ങനെ എന്താ പേര് മറന്നുപോയി. ഓക്കെ, ചിക്കൻ നൂഡിൽസും ചിക്കൻ ഫ്രൈഡ് റൈസും പിന്നെ അതുപോലെ മറ്റേ ഇതിൻ്റെ പേരെന്തോന്ന് ഫ്രഞ്ച് ഫ്രൈസ്. ഓക്കെ, ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ഐസ്ക്രീം സാലഡ് മറ്റേ സംഭവങ്ങളെല്ലാം നമ്മളിങ്ങനെ ഓർഡർ ആക്കി ചുമ്മാ ഇരിക്കട്ടേന്ന്. അങ്ങനെ കുറച്ച് ഇതൊക്കെ എല്ലാവരും കഴിച്ച് ഡെസേർട്ടൊക്കെ കൂടെ കഴിച്ചപ്പോൾ പിന്നെ ഫില്ലായി വയറ്. അടിപൊളിയാണ് അവളെ കമൻറ്റേ. അതെങ്ങനെയാണ് എല്ലാത്തിനും അവൾ സൂപ്പറാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അവൾക്കൊന്നും കൊള്ളായ്മയില്ല, എല്ലാം നല്ലതാണ്. പിന്നെ എന്തായാലും ഓക്കെ ആയിരുന്നു കേട്ടോ, നല്ലതായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് മൂവിക്കുള്ള സമയമായി. അങ്ങനെ നേരെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത്. പക്ഷേ ഉണ്ടല്ലോ, ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തപ്പോഴത്തേക്ക് ഫ്രണ്ട് സീറ്റാണ് കിട്ടിയത്. നമ്മൾ നേരത്തെ ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ഫ്രണ്ടിലാണ് ഇരിക്കേണ്ടി വന്നത്. അത് കുഴപ്പമില്ല, നമുക്ക് സിനിമ ഉണ്ടാകും പോരെ. അങ്ങനെ നേരെ തിയേറ്ററിലോട്ട് പോയി. ലോക മൂവിയാണ് കാണാൻ പോയത് കേട്ടോ. സൂപ്പർ ഫിലിമായിരുന്നു. എന്തു പറയാനാ, കല്യാണി പ്രിയദർശനൊക്കെ പിന്നെ വേറെ ലെവലാണ്. അതാണല്ലോ മെയിനായിട്ട്. അപ്പോൾ സെറ്റായിരുന്നു കേട്ടോ. അടിപൊളി സിനിമയായിരുന്നു. തുടങ്ങിയതും ഇൻ്റർവെല്ലായതൊക്കെ പെട്ടെന്നായിരുന്നു. അടിപൊളി സിനിമയായിരുന്നു. അവസാനം തീർന്നപ്പോഴത്തേക്ക് ഇതാണ് അവസ്ഥ. ആൾ നന്നായിട്ട് ഉറങ്ങി കേട്ടോ. പിന്നെ ഒരുവിധം ഉണർത്തിയെടുത്ത് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. എന്നും വീടും ജോലിയും കാര്യമായിട്ടൊക്കെ നടന്നിട്ട് ഇടയ്ക്ക് ഇതുപോലെ ഒരു ഔട്ടിങ്ങൊക്കെ പോകുമ്പോൾ സൂപ്പറല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.